പൂച്ചയ്ക്കാര് മണികെട്ടും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ തുടങ്ങിയ തസ്തികകളിലേക്ക് ടെസ്റ്റ് നടത്തിയിട്ട് നീണ്ട 5 മാസത്തിൽ അധികമായി. UP വിഭാഗത്തിൽ 25 പേരും LP സ്കൂൾ വിഭാഗത്തിൽ 50 പേരുമാണ് വേണ്ടത്. ആവശ്യമുള്ളവരുടെ 3 ജട്ടി ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും തങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ ഇൻ്റർവ്യൂവിലുള്ള പെർഫോമൻസ് മോശമായതുകൊണ്ടാണ് അവർ ക്വാളിഫൈ ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞ് തടി ഊരുകയുമാണ് പതിവ്. 2024 ഫെബ്രുവരി 29 മാർത്തോമാ സർവീസ് കമ്മീഷൻ മീറ്റിംഗ് കൂടുകയുണ്ടായി. എഴുതി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് വേണ്ടപ്പെട്ടവരെയും പിടിപാടുള്ളവരെയും കിഴികൊടുത്തവരെയും ഉൾപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചു. ഇപ്പോൾ കാണിച്ചു കൊടുക്കും, കള്ളക്കളി പൊളിക്കും എന്ന് പറഞ്ഞ് പുലിയായി കമ്മീഷൻ യോഗത്തിലെത്തിയ സർവീസ് കമ്മീഷൻ അംഗങ്ങൾ സെക്രട്ടറി ജോർജ് ചെറിയാൻ എന്ന പട്ടക്കാരൻ്റെ പ്രകടനത്തിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ 3G ആയിപ്പോയി. ചർച്ച് ആക്ടിവിറ്റീസ്, അക്കാഡമിക് എക്സലൻസ് ബേസ് ചെയ്തിട്ട മാർക്കും ടെസ്റ്റിലിട്ട മാർക്കും ശരിയല്ല എന്ന് സർവീസ് കമ്മീഷൻ അംഗങ്ങളിൽ ചിലർ പറഞ്ഞപ്പോൾ ഇനി 400-ലധികം പേപ്പറുകൾ എങ്ങനെ റീവാല്യൂ ചെയ്യും എന്ന മറുചോദ്യം കൊണ്ട് സെക്രട്ടറി പട്ടക്കാരൻ സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ വായടച്ചു കളഞ്ഞു. ലോകത്തെങ്ങും കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് ടെസ്റ്റിൽ നടന്നിരിക്കുന്നത്. ഒരു ഉത്തരം എഴുതിയിട്ട് അത് തെറ്റാണെന്ന് തോന്നിയാൽ വെട്ടി വേറെ ഒരു ഉത്തരം എഴുതാൻ മാർത്തോമാ സഭ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന പരീക്ഷയിലല്ലാതെ വേറെ ഏത് പരീക്ഷയിൽ നടക്കും? സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റ് ഇടാൻ 5 മാസത്തിലധികം സമയമെടുത്തതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ആരെയൊക്കെ മെയിൻ ലിസ്റ്റിൽ വരണമോ അവർക്ക് ഒക്കെ ടെസ്റ്റിൽ ഉന്നത മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റിൽ വൻ കൃത്രിമത്വം നടന്നിരിക്കുന്നുവെന്നാണ് പറഞ്ഞു കേൾക്കുന്ന രഹസ്യ വിവരം. UPSTയിൽ 25 പേരെയാണ് അപ്പോയിൻ്റ് ചെയ്യുക. ഇതിനായി 3 ജട്ടി, അതായത് 75 പേരുടെ ലിസ്റ്റും ഇടും. അതിട്ടു 1/3/2024 2 മണി കഴിഞ്ഞപ്പോൾ. അതായത് 50 പേരെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി പൊട്ടൻ കളിപ്പിച്ചു വിടും. എത്ര പേർ ഇൻ്റർവ്യൂവിന് വന്നാലും സെക്രട്ടറി പട്ടക്കാരൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച 25 പേർക്കു മാത്രമേ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമറിയാതെ 50 പേർ ഈ പൊറാട്ടു നാടകത്തിന് ഇരകളായി തീരുന്നു. LP സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂവിനായി 150 പേർക്ക് ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഇവിടെയും കഥ വേറൊന്നല്ല. അപ്പോയിൻമെൻറ്റ് നൽകേണ്ടവരുടെ ലിസ്റ്റ് റെഡിയാണ്. 100 പേരെ പൊട്ടന്മാരാക്കാനാണ് വിളിച്ചു വരുത്തുന്നത് എന്ന കാര്യം അറിയാതെ ഇവർ 3G ആയി പോകുന്നു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് 10% സംവരണമുണ്ട്. അതായത് പരമാവധി 2 പേരെ UP വിഭാഗത്തിലും 5 പേരെ LP വിഭാഗത്തിലും എടുക്കാം. ഇതിനായി 15-ലധികം പേരെയാണ് UPSC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 25-ലധികം പേരെയാണ് LP വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 പേരെ അല്ലെങ്കിൽ 5 പേരെ മാത്രം തിരഞ്ഞെടുക്കപ്പെടും 2 വിഭാഗങ്ങളിലുമായി. മുൻകൂട്ടി സെക്രട്ടറി പട്ടക്കാരൻ തയ്യാറാക്കി വെച്ച ലിസ്റ്റ് പ്രകാരം ബാക്കിയുള്ളവർ പുറത്താകും. യാതൊരു പരാതിയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ കള്ളക്കളികൾ ആരും ഇതുവരെയും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പരാതി ഉണ്ടാവാത്തത്. ഈ സത്യസ്ഥിതി ഓരോരുത്തരും എന്ന് തിരിച്ചറിയും? വിശ്വാസികൾ ചോദിക്കുന്നു. ഏറ്റവും വലിയ കള്ളക്കളി നടന്നിരിക്കുന്നത് ചർച്ച് ആക്ടിവിറ്റീസിനിട്ട മാർക്കിലാണ്. ഓർത്തഡോക്സ് സഭയിൽ നിന്നും മാർത്തോമാ സഭയിലേക്ക് വിവാഹം വഴി കടന്നു വന്ന 5 പേർ മെയിൻ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇവർക്ക് ചർച്ച് ആക്ടിവിറ്റീസിൽ 10-ൽ 10 മാർക്കും നൽകിയിട്ടുമുണ്ട്. ഇതെങ്ങനെ സാധ്യമാകും? 6 മാസം മാത്രമേ ആയുള്ളൂ മാർത്തോമാ സഭാംഗം ആയിട്ട്. 6 മാസം കൊണ്ട് 10-ൽ 10 മാർക്കും ചർച്ച് ആക്ടിവിറ്റീസിന് ലഭിക്കാൻ അമാനുഷിക കഴിവുള്ളവരാണോ ഇവർ? ചോദ്യം, സംശയം
ന്യായമല്ലേ? ഏറ്റവും രസകരമായ ഒരു കാര്യം, 2023 ഓഗസ്റ്റ് മാസത്തിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്നും മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരൻ്റെ ഭാര്യയായി തീർന്ന ബസ്കിയാമ്മയ്ക്കും ചർച്ച് ആക്ടിവിറ്റീസിൽ 10ൽ 10 മാർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സാധാരണക്കാരായ മാർത്തോമാ ഉദ്യോഗാർത്ഥികളെ പൊട്ടന്മാരും വിഡ്ഢികളുമാക്കി എന്തിന് ഈ പ്രഹസന നാടകം നടത്തുന്നു? വിശ്വാസികൾ ചോദിക്കുകയാണ്. 2024 മാർച്ച് 13 മുതൽ ഇൻ്റർവ്യൂ എന്ന പ്രഹസന നാടകം അരങ്ങേറാൻ പോവുകയാണ്. യോഗ്യരായ അനേകം പേരെ കള്ളക്കളികളിലൂടെ പുറത്താക്കിയിട്ടാണ് ഈ നാടകം നടത്താൻ പോകുന്നത്. 2022 ഒക്ടോബറിൽ സഭ സ്റ്റാഫ് സെലക്ഷന് റാങ്ക് ലിസ്റ്റിൽ അക്കാഡമിക് മികവിൻ്റെയും ചർച്ച് ആക്ടിവിറ്റീസിൻ്റെയും പേരിൽ ഒന്നാമതെത്തിയ ആൾ UPSC ലിസ്റ്റിൽ 200-ലധികം റാങ്ക് വാങ്ങി പുറന്തള്ളപ്പെട്ട നാടകം ആരുടെ തിരക്കഥ പ്രകാരമായിരുന്നു? വിശ്വാസികൾ ചോദിക്കുന്നു. ന്യായമായും യോഗ്യതയുള്ളവർക്ക് ലഭിക്കേണ്ടത് അനർഹർ കൈയടക്കുന്ന ദാരുണ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ഒരു പോംവഴി? ഉദ്യോഗാർത്ഥികൾ റീ അസസ്മെൻറ്റ് ആൻഡ് റീചെക്കിംഗ് അല്ലെങ്കിൽ റീടാബുലേഷന് വേണ്ടി അപ്പീൽ നൽകുക എന്നുള്ളതാണ്. ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? സർവീസ് കമ്മീഷൻ ചെയർമാനായ മെത്രാനാണ് നൽകേണ്ടത്. തങ്ങൾ മനഃപൂർവ്വമായി ഒഴിവാക്കപ്പെട്ട സത്യസ്ഥിതി മെത്രാച്ചനെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെങ്കിലും നമ്മളൊരു കാര്യം ചെയ്തുവെന്ന് ആശ്വസിക്കുകയെങ്കിലും ചെയ്യാം. ഒരിക്കലും സെക്രട്ടറി പട്ടക്കാരൻ മുൻകൂട്ടി ഇഷ്ടക്കാർക്ക് വാക്ക് നൽകി തയ്യാറാക്കി വച്ചിരിക്കുന്ന 25 അല്ലെങ്കിൽ 50 പേരുടെ ലിസ്റ്റ് നടപ്പാക്കാൻ അനുവദിക്കാതിരിക്കുക. മാർത്തോമാ മെത്രാപ്പോലീത്ത അല്ലെങ്കിൽ സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. കുറ്റാരോപിതനും കളങ്കിതനുമായ സെക്രട്ടറി പട്ടക്കാരൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർവ്യൂ നടത്തുന്ന നടപടി അവസാനിപ്പിക്കാൻ മെത്രാപ്പൊലീത്ത നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. മാർത്തോമാ സഭയിൽ എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടു എങ്കിലും എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് യോഗ്യനല്ല എന്നതുകൊണ്ടും ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട പരാതികൾ സത്യമായതുകൊണ്ടും എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല. ഇങ്ങനെ കുറ്റാരോപിതനായ ഒരാളാണ് ഗൂഢലക്ഷ്യങ്ങളോടെ സ്കൂൾ അധ്യാപകരെ തിരഞ്ഞെടുക്കുവാനുള്ള സമിതിയിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ച് നേതൃത്വം കൊടുക്കുന്നത്. ഇത് അത്യന്തം ലജ്ജാകരമായ ഒരു സംഗതി തന്നെയാണ്. ഈ സെക്രട്ടറി പട്ടക്കാരനെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി സുതാര്യമായി ഇൻ്റർവ്യൂ നടത്താൻ യോഗ്യനായ വ്യക്തിയെ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി നിയോഗിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി, മാർത്തോമാ സർവീസ് കമ്മീഷൻ നടത്തിയ ടെസ്റ്റ് കേറ്ററ്റ് സീറ്ററ്റ് കാറ്റഗറി 1 പാസ്സായവരെ UPSC UPST ടെസ്റ്റ് എഴുതാൻ അനുവദിച്ചു. ഇത് KER അനുസരിച്ച് തെറ്റാണ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് വയലേഷൻ ഓഫ് KER റൂൾസ്. 2. അച്ചീവ്മെൻറ്റ് ഇൻ കോ കരിക്കുലർ സബ്ജക്ട്സ് ഇൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത എല്ലാവർക്കും ഇഷ്ടക്കാർക്കും വഴിവിട്ട് മാർക്ക് നൽകിയിട്ടുണ്ട്. അച്ചീവ്മെൻറ്റിന് ഇൻ ഡിസ്ട്രിക്റ്റ്, യൂണിവേഴ്സിറ്റി ലെവൽ, സ്റ്റേറ്റ് ലെവൽ ഇതായിരുന്നു ക്രൈറ്റീരിയ എന്നിരിക്കെ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസ്ട്രിക്ട് ലെവലിൽ മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഓപ്പോസിറ്റ് ടു സർവീസ് കമ്മീഷൻ റൂൾസ്. പാർട്ടിസിപ്പേഷൻ ഇൻ സ്റ്റേറ്റ് ലെവൽ അതിന് മാർക്ക് നൽകാം. പക്ഷേ ഡിസ്ട്രിക്ട് ലെവലിൽ A ഗ്രേഡ് ലഭിച്ചു എന്നതുകൊണ്ട് അതിന് മാർക്ക് നൽകുവാൻ പറ്റില്ല. അതും ഇവിടെ നടന്നിരിക്കുന്നു. ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ A ഗ്രേഡ് ലഭിച്ചവർക്ക് മാർക്ക് ദാനം ചെയ്തു എന്നത് ഒരു തെറ്റു തന്നെ ആണ്. എന്നാൽ സ്റ്റേറ്റ് ലെവലിൽ A ഗ്രേഡ് ലഭിച്ചാൽ മാർക്ക് നൽകുന്നതിൽ തെറ്റില്ല. കാരണം ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്ലേസ് വന്നതുകൊണ്ടാണ് സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ കഴിഞ്ഞത്. അതും ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. മൂന്നാമതായി, ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറിജിനൽ തന്നെയോ എന്ന് ക്രോസ് വെരിഫിക്കേഷൻ നടത്താതെയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ,
സെക്രട്ടറി പട്ടക്കാരൻ്റെ നിർദ്ദേശപ്രകാരം ഇഷ്ടക്കാർക്ക് മാർക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ഇത് തെറ്റുതന്നെയാണ്. നാലാമതായി, NSS സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ നടത്താതെയാണ് ഇത് സമർപ്പിച്ചവർക്ക് മാർക്ക് നൽകിയിരിക്കുന്നത്. ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പോലും തിരക്കാതെ അതിനും മാർക്ക് നൽകി. ഇതും ഗുരുതരമായ തെറ്റുതന്നെയാണ്. അടുത്തതായിട്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ഗുരുതരമായ ഹ്യൂമൻ എറർ സംഭവിച്ചിട്ടുണ്ട്. 2 വർഷത്തിലധികം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരുടെ എണ്ണം വളരെ കുറവായിരിക്കെ ഇവിടെയും ഹ്യൂമൻ എറർ ഇൻ കാൽക്കുലേറ്റിംഗ് ഓർ അസസിങ് ദ മാർക്സ് സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മനഃപൂർവ്വമായി ഒഴിവാക്കപ്പെട്ടവർ മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനിയെ സമീപിച്ചു എങ്കിലും കൺസേൺഡ് ചെയർമാൻ എപ്പിസ്കോപ്പായെ സമീപിക്കുവാൻ പറഞ്ഞ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനി കൈമലർത്തി കഴിഞ്ഞു. ഇനി ആരെങ്കിലും കോടതിയിൽ പോയാലോ? അവിടെയാണ് സഭയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് ഇറക്കുന്നത്. ഈ നടത്തിയ പരീക്ഷ, സെലക്ഷനുകൾ എല്ലാം നടക്കുന്നത് ബൈലോ പ്രകാരമാണെന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കിയ പേപ്പർ കോടതിയിലങ്ങ് സമർപ്പിക്കും. ഞങ്ങൾക്കൊരു ലീഗൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്, അതാണ് അപ്പീൽ ബോഡി. അവിടെ ഇവരാരും പരാതി തന്നിട്ടില്ല, അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നൊക്കെ അങ്ങ് വാദിച്ചു കളയും. പക്ഷേ ഇത്തവണ സഭയുടെ ഈ വാദഗതികളൊന്നും തന്നെ നിലനിൽക്കില്ല. കാരണം തെളിവുകൾ ശക്തമാണ്. നീതി വേണമെങ്കിൽ കോടതി തന്നെ ശരണം എന്ന സത്യസ്ഥിതി ആര് മനസ്സിലാക്കും? മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഈ അഴിമതിക്ക് അവസാനമുണ്ടാകും. അവിടെയും ഒരു പ്രശ്നമുണ്ട്. തയ്യാറാക്കി അപ്പോയിൻമെൻറ്റ് നൽകിയ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ, അതാണ് ഏറ്റവും വലിയ അഴിമതിക്ക് ഉദാഹരണം. അന്നത്തെ ചെയർമാനായിരുന്ന അഭിമന്യ തീമത്തിയോസ് തിരുമേനി, തോമസ് മാർ തീമത്തിയോസ് തിരുമേനി വളരെ വ്യക്തമായി വീണ്ടും റീവാലുവേഷൻ റീചെക്ക് നടത്തുവാനായിട്ട് സർവീസ് കമ്മീഷൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ 10ാമതായി സെക്രട്ടറി ജോർജ് ചെറിയാനച്ചൻ തഴഞ്ഞിട്ടിരുന്ന ഉദ്യോഗാർത്ഥി 1ാമതായി റാങ്ക് ലിസ്റ്റിലെത്തുന്ന ഒരത്ഭുത കാഴ്ച അവിടെ നടന്നു. അഭിമന്യ തിരുമേനി സെക്രട്ടറി പട്ടക്കാരനെ ശാസിച്ചതായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു എന്നും മനസ്സിലാക്കുന്നു. കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ചോദ്യം വളരെ പ്രസക്തമാണ്. പൂച്ചയ്ക്ക് ആര് മണി കിട്ടും? ആരെങ്കിലുമുണ്ടോ? കാത്തിരിക്കാം നമുക്ക് ആ കാഴ്ചയ്ക്കായി.